ക്രിപ്റ്റോയിൽ അടുത്ത ബുൾ മാർക്കറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. സോ അതിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം പഴയ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയണതാണ്, കഴിഞ്ഞ ലാസ്റ്റ് 2020 ആ ഒരു ബുൾ റാലി തരുന്നതിനേക്കാളും മുമ്പ് ക്രിപ്റ്റോ എന്താണെന്ന് അറിയാത്തവരുടെ മുന്നിൽ പോലും ഒരു ടൈപ്പ് ഓഫ് ക്രിപ്റ്റോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ പേരാണ് ഷിബ ഇനു എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ടോക്കൺ ക്രിപ്റ്റോ എന്താണെന്ന് അറിയാത്തവർ പോലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഈ ഇൻഡസ്ട്രിയിലേക്കും ഈ എക്കോസിസ്റ്റത്തിലേക്കും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം ഏറ്റവും പോപ്പുലറായിട്ട് വരുന്ന ഒരു സംഭവം, ഈവൻ ക്രിപ്റ്റോ എന്താണെന്ന് അറിയാത്തവർക്ക് പോലും പോപ്പുലറായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഹാംസ്റ്റർ എന്ന് പറഞ്ഞിട്ട് സംഭവം. ഈ ഹാംസ്റ്റർ എയർ ഡ്രോപ്പ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ഹാംസ്റ്റർ എന്ന് പറഞ്ഞ ടേം 2 മാസം മുമ്പ് പല ആൾക്കാർക്കും വേറെ രീതിയിൽ 2-3 ലെറ്ററൊക്കെ ആഡ് ചെയ്താൽ മാത്രമേ അറിയുള്ളായിരുന്നു. സോ ആ ആൾക്കാരാണ് ഇപ്പം ഹാംസ്റ്റർ ക്രിപ്റ്റോ എന്താണെന്ന് അറിയാത്തവർ പോലും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ സംഭവത്തിൽ പൈസ കിട്ടുമോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നത്. സോ അത്ര രീതിയിലൊരു മാർക്കറ്റിംഗ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഫ്കോഴ്സ് മാർക്കറ്റിംഗ് എപ്പോഴും നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും അതിൽ ഒരുപാട് എന്താ പറയുക ഇൻവെസ്റ്റേഴ്സും ഹോൾഡേഴ്സും ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ട് അതുകൊണ്ടാണ് ക്രിപ്റ്റോ എന്താണെന്ന് അറിയാത്തവർ പോലും ഈ സാധനത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് വരുന്നത്. ഇത് വളരെ സിമ്പിളാണ്. ടെലിഗ്രാമിൽ അവരുടെ ബോട്ട് ഉണ്ടാവും, അതിനകത്ത് നമ്മൾ പോയി ടാപ്പ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് റിവാർഡ്സ് ഉണ്ടാക്കും, ആ പോയിന്റ്സ് ഉണ്ടാക്കും. അതിന് എയർ ഡ്രോപ്പ് കൊടുക്കുന്ന സമയത്ത് ആ പോയിന്റ് അനുസരിച്ച് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നതാണ് പറയണത്. ആക്ച്വലി ഇത് ഹാംസ്റ്റർ മാത്രമല്ല കേട്ടോ, പല ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. അത് ക്രിപ്റ്റോയിലെ എക്കോസിസ്റ്റത്തിൽ വേറെ സംഭവം ഉണ്ട്. കാരണം ഏതെങ്കിലും ഒരു നെറേറ്റീവിൽ നല്ല രീതിയിൽ റാലി വന്നു കഴിഞ്ഞാൽ ആ ഒരു നെറേറ്റീവിൽ ചവർ പോലെ കുറേ പ്രൊജക്ട്സ് വരും. അതിൽ ചിലത് നല്ലതായിരിക്കും, ചിലത് നന്നാവില്ല. അതായത് പക്ഷേ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ചതിക്കുഴികളും ഉണ്ട്. ചിലതെല്ലാം നമ്മുടെ എക്സ്ചേഞ്ച് ആയിട്ട് ടൈപ്പ് ചെയ്യാനൊക്കെ ലിങ്ക് ചെയ്യാനൊക്കെ പറയും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫണ്ടുള്ള എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുകയാണെങ്കിൽ സൂക്ഷിക്കുക. സോ അതൊന്നും ചെയ്യാതിരിക്കുക. എയർ ഡ്രോപ്പ് വലിയ രീതിയിലൊരു എമൗണ്ട് 1,50,000 കിട്ടില്ല, ചിലത് 5,000, 10,000 ഒക്കെ മാക്സിമം കിട്ടിയാൽ കിട്ടും. അതും നല്ല രീതിയിൽ സമയം കളയും. നമ്മൾ അതിന് മുമ്പ് സ്പെൻഡ് ചെയ്യണം, കുറേ നേരം ടാപ്പ് ചെയ്യുകയൊക്കെ വേണം. അങ്ങനെ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. സോ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ. വേറെ നല്ലൊരു റീലായിട്ട് കാണാം.